ഇടിയപ്പം വെച്ച് ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തലും ചെറുതായിട്ട് കട്ട് ചെയ്തൊന്ന് മൂപ്പിച്ചിട്ട് അതിലേക്ക് 2 മുട്ട കട്ട് ചെയ്തിടാം. അപ്പോൾ എന്നിട്ട് അത് നല്ലവണ്ണം ഒന്ന് ചിക്കി എടുക്കണേ. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ കുറച്ച് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കുക. അപ്പം ഞാൻ ഇടുന്നത് സവാള, പിന്നെ ചെറിയൊരു കഷ്ണം ക്യാരറ്റ്, പിന്നെ കുക്കുംബറുമാണ്. ഇനിയിപ്പോൾ ബീൻസ് അല്ലെങ്കിൽ ക്യാബേജോ ക്യാപ്സിക്കം അങ്ങനെ അതെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. അപ്പോൾ അത് കട്ട് ചെയ്ത് ചേർത്ത് അതും കൂടി ഒന്ന് നല്ലവണ്ണം ഒന്ന് ഇളക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടിയും ചേർത്ത് അതും കൂടി ഒന്ന് നല്ലവണ്ണം ഇളക്കാം. ഇനി ഇടിയപ്പം അതിലേക്ക് ചേർത്ത് നല്ലവണ്ണം അതൊന്ന് പൊടിച്ചെടുക്കണം. ഇടിയപ്പം ഒന്ന് പൊടിച്ച് ചേർക്കാം. അപ്പം ഞാനങ്ങനെ അങ്ങോട്ട് ഇട്ട് നല്ലവണ്ണം ഒന്ന് ചിക്കി ഒന്ന് പൊടിച്ചെടുക്കുക. അതെല്ലാം അങ്ങോട്ട് പൊടിച്ച് ഇടിയപ്പം ഒന്ന് നല്ലവണ്ണം ഒന്ന് പൊടിയായി കഴിയുമ്പോഴേക്കും അതിലേക്ക് 1/4 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് അത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലവണ്ണം അങ്ങോട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല ഇടിയപ്പം ഫ്രൈഡ് ഇടിയപ്പം എന്നൊക്കെ പറയാം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കിയപ്പോൾ കറിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയത്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഒന്ന് ചെയ്ത് നോക്കിക്കോ. നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിഷായിരിക്കും. നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ ഒന്ന് ഫോളോ ചെയ്യാനും അതുപോലെ കമൻ്റൊക്കെ അടിക്കുക. അതേപോലെയുള്ള റെസിപ്പികളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ